നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയാണ് ഞാൻ കണക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഇന്നത്തെ കറൻറ്റ് സമയം എങ്ങനെയാണ്, നിങ്ങളിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ മുന്നോട്ടേക്ക് എടുക്കേണ്ട ആക്ഷൻ എന്തൊക്കെയാണ്, ഇന്നത്തെ ദിവസം ടോട്ടലി നിങ്ങൾ മനസ്സിലാക്കേണ്ട സാമ്പത്തികമായാലും കരിയർ ആയാലും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളായാലും എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആക്ഷൻസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾ ഓരോ വ്യക്തികൾക്കും റീഡിങ്സ് റെസനേറ്റ് ആവുകയുള്ളൂ. കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വേണ്ടത്, നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങൾ വളരെയധികം ശക്തനാണെന്നും പവർഫുള്ളാണെന്നും, നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളെ, സാമ്പത്തികപരമായ കാര്യങ്ങളെ, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള കരിയർ പാതകളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നേടി നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ പാകത്തിന് നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ പവർ എനർജിയിലേക്ക് എത്താൻ സാധിക്കുക. ആ മാനിഫെസ്റ്റേഷൻ പവർ എനർജിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സൂത്രവാക്യമാണ് അഫർമേഷൻസ് എന്നുള്ളത്. നിങ്ങളത് എഴുതി നിങ്ങൾ മനസ്സിലേക്ക് അത് കണക്റ്റ് ചെയ്യുകയും അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങളുമായിട്ട് വളരെയധികം കമ്മ്യൂണിക്കേറ്റഡ് ആവുകയും ചെയ്യുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക. അഫർമേഷൻസിൻ്റെ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ഫലസിദ്ധി ലഭിക്കാനുള്ളൊരു ടെക്നിക്കാണ് 11 ടെക്നിക്ക്. അതായത് ഓരോ കാര്യവും ഡെയിലി 11 പ്രാവശ്യം ആവർത്തിച്ച് എഴുതുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമാണോ ഇപ്പോൾ വേണ്ടത്, ബന്ധങ്ങളിലെ വിള്ളലുകൾ മാറ്റി ഒരു നല്ല പോസിറ്റീവാവുന്ന വൈബോട് കൂടി പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, കരിയർ പാതയിൽ സ്വസ്ഥവും സമാധാനപരമാകുന്ന രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു പൊസിഷനിലേക്കാണോ നിങ്ങൾക്ക് എത്തേണ്ടത്, നിങ്ങളത് എഴുതുക. ഒരു മടിയും കൂടാതെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. ഓവർ തിങ്കിങ് ചെയ്യുന്ന, നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് തന്നെ സ്റ്റക്കാക്കുന്ന, കൺഫ്യൂഷനിൽ എത്തിക്കുന്ന ബന്ധങ്ങളായിക്കോട്ടെ, സിറ്റുവേഷൻസുകളായിക്കോട്ടെ, പാസ്റ്റിലെ പല ഓർമ്മകളായിക്കോട്ടെ, റൈറ്റ് ഹീലിങ്ങിലൂടെ എഴുതി കത്തിച്ച് ഭസ്മമാക്കി കളയുക. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെയും, ചില റിലേഷൻഷിപ്പുകളെയൊക്കെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് വിശദമായിട്ട് അവരോട് സംസാരിക്കുന്നതായിട്ടോ മറ്റൊരാളോട് പറയുന്നതായിട്ടോ രീതിയിൽ നിങ്ങൾ എഴുതി കത്തിച്ച് കളയുക. റൈറ്റ് ഹീലിംഗ് ഡെയിലി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഒരു കാര്യത്തെക്കുറിച്ചെങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇന്ന് എഴുതി നാളെ കഴിഞ്ഞാകുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിനകത്ത് ആ എഴുതിയ പേപ്പറിൻ്റെ എണ്ണം കുറഞ്ഞു വരും. അല്ലെങ്കിൽ എഴുതിയ വാചകങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ, നിങ്ങൾ മനസ്സിലാക്കൂ. അല്ലാതെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കരയാൻ തോന്നുമ്പോൾ, നിങ്ങൾക്ക് ഉറക്കം വരാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, മനസ്സ് വളരെയധികം ഡിസ്റ്റർബൻസ്ഡ് ആവുമ്പോൾ, നിങ്ങൾ ആ സെക്കൻഡിൽ തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളത് എഴുതുക. ആ കാര്യത്തെക്കുറിച്ച് എഴുതുക. സഡൻ കത്തിച്ച് കളയുക, സൂക്ഷിച്ചൊന്നും വെക്കരുത്, അപ്പം തന്നെ കത്തിച്ച് കളയുക. അതിനെയാണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. എഴുതി കത്തിച്ച് കളയുക എന്നത്. അതായത് മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്ന് അതിനെ നമുക്ക് പറയാൻ സാധിക്കും. ആ റൈറ്റ് ഹീലിങ്ങിനെ കേട്ടോ. അതായത് നമ്മളിൽ നിന്ന് എടുത്ത് കളയുക വേണ്ടാത്ത വ്യക്തി ബന്ധങ്ങളാണെങ്കിൽ, അതായത് നമുക്ക് ഓർമ്മയിൽ നിന്ന് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അത് കൂടുതൽ വ്രണമാക്കാതെ, അല്ലെങ്കിൽ സ്വയം ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഡാർക്ക് എനർജിയിലേക്ക്, ഒരു ഇരുണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതെ നിങ്ങളത് എഴുതി കത്തിച്ച് പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ വരാഹി മന്ത്രം ഒരു 308 തവണയൊക്കെ ഡെയിലി എഴുതുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് നിമിഷ നേരം കൊണ്ട് വന്നു ചേരുന്നതാണ്. മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫോ പൂർവിക കർമ്മപരമായിട്ടുള്ള ബ്ലോക്കേജുകളൊക്കെ സാമ്പത്തികപരമായിട്ട് മാറാനാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്ന പണം നിങ്ങൾക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ 10 രൂപ വന്നുള്ളെങ്കിൽ നമുക്ക് 10 കാര്യം ചെയ്യാൻ സാധിക്കും.
സാധിക്കും. അതേസമയം നമുക്ക് കർമ്മ നിൽപ്പുണ്ടെങ്കിൽ അത് പൂർവിക കർമ്മം നമ്മുടെ പേരൻസായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തു വെച്ചതാവാം, പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും ചെയ്തതാവാം, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എവിടെയെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ആരുടെയിലൊക്കെ സാമ്പത്തികം നമ്മൾ അറിയാതെ അറിഞ്ഞോ ₹1 നമ്മുടെ കയ്യിൽ വരികയോ നഷ്ടപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയാണ്, ക്രയവിക്രയങ്ങളിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. പക്ഷേ ആ ഒരു കർമ്മയിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനുള്ള മാർഗ്ഗമാണ് മണി അഫർമേഷൻസ്. അതും വ്യക്തമായിട്ട് ഞാൻ ഇട്ട് തരുന്നുണ്ട്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. എല്ലാം കാശ് കൊടുത്ത് ഇപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കുന്നത് എന്ത് വഴിപാടാണ്, എവിടെയാണ് കഴിക്കേണ്ടത്, എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കാം. നിങ്ങൾ എവിടെ മുടക്കി മറ്റൊരാൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങളിവിടെ എപ്പോഴും ആ ഒരു നെഗറ്റിവിറ്റിയിൽ ഇരുന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആർക്കെങ്കിലും കുറച്ച് കാശ് കൊടുത്ത് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളാണ് നിങ്ങളുടെ കർമ്മയെ മാറ്റിമറിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. ഹോട്ടലിൽ കൊണ്ടുപോയി 50 രൂപ കൊടുത്തിട്ട് ചേട്ടാ ഒരു ഊണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ പോയാൽ നിങ്ങളുടെ വിശപ്പ് മാറുമോ? നിങ്ങൾ ആ ഭക്ഷണം മേടിച്ച് കഴിക്കണ്ടേ നിങ്ങളുടെ വിശപ്പ് മാറണമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെയാണ് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുക എന്ന ഒരു ചിന്തയിൽ നിന്നും ഒന്ന് പുറത്ത് കടന്നിട്ട് സ്വയം എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് ചിന്തിച്ച് തുടങ്ങുക കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ്. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലേക്ക്, അതായത് ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയി വിസിറ്റിംഗ് ചെയ്തൊരിടത്തോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സൗഹൃദത്തിൽ പോയ നിങ്ങളുടെ ആ ഒരു മുൻകാലങ്ങളിലെ ചില ബന്ധങ്ങളിലേക്കും ഒക്കെ ഇന്ന് നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് പ്രസൻസ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും കുറച്ച് കാലം താമസിച്ച ഒരിടത്തേക്ക് തിരിച്ചൊരു യാത്ര ഇന്ന്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ഇന്നൊരു തിരിഞ്ഞു നോട്ടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം കണക്റ്റ് ചെയ്യുന്നു എന്നൊരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ ഓർമ്മകളാവാം, അതല്ലെങ്കിൽ ഒരു തിരിച്ചു പോക്കാവാം. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പാസ്റ്റിനെ ബേസ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ടും അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നിലനിൽപ്പ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യുബിളാകുന്ന ഒരു സിറ്റുവേഷൻസ് പോലും പാസ്റ്റ് എനർജിയിലാണ് എന്നുള്ളൊരു അറിവ് വരെ നിങ്ങളിലേക്ക് ഈ ഒരു കറൻറ്റ് സമയം കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു അബണ്ടൻസ് എനർജിയാണ് കേട്ടോ. ഒരു ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയാം. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു മിറാക്കിൾ സംഭവിക്കുന്നു. അത് പാസ്റ്റിനെ ബേസ് ചെയ്താണ് കേട്ടോ. പാസ്റ്റിലേക്കുള്ള ഒരു പക്ഷേ എന്തെങ്കിലും വെല്ലുവിളികളെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നുവെങ്കിൽ അതിനൊരു ശമനം വരുന്നതുമാവാം പാസ്റ്റിലെ സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് കേട്ടോ. എന്താണെങ്കിലും പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക, പുറകോട്ടൊരു യാത്ര ചെയ്യേണ്ടി വരിക, നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റുക, നഷ്ടപ്പെട്ട ചില ബന്ധങ്ങളിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ സാധിക്കുക. എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ നാളുകളിലേക്കുള്ള ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബക്ഷേത്രത്തിൽ അതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇടവകപരമാകുന്ന കാര്യങ്ങളിൽ ഒരു സ്പിരിച്വൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റ് എനർജിയെ ബേസ് ചെയ്ത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്കിതിൽ പറയാൻ പറ്റുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് ഒരു പൂർണ്ണത വരാനും പോകുന്നുണ്ട് കേട്ടോ. അതും കുറേ കാലങ്ങളായി നിങ്ങൾ ചിലപ്പോൾ ഒരു ഫൈറ്റിംഗ് എനർജിയിലോ സ്ട്രഗിളിങ് എനർജിയിലോ ഹെൽത്ത് ആൻഡ് വെൽത്തിനെ ബേസ് ചെയ്ത് സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും കാര്യത്തെ ബേസ് ചെയ്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രതിസന്ധിയിലോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചയിലോ മധ്യസ്ഥപരമാകുന്ന സിറ്റുവേഷൻസിലോ ലീഗൽ പരമായിട്ടൊക്കെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചും ഇന്നും ഒരു
ചർച്ചാ ബേസിൽ ഒരു വ്യക്തിയുടെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ ഒരു പൂർണ്ണതയിൽ എത്തുകയും പാസ്റ്റിലെ പോലെ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബന്ധം പഴയതുപോലെ വളരെ ക്ലാരിറ്റി ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് എന്താ പറയുക വളരെയധികം നല്ല രീതിയിൽ അവസാനിക്കുന്നതായിട്ടുള്ളൊരു എനർജി കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകാതെ ചെറിയ രീതിയിൽ ആ കാര്യങ്ങൾക്കൊരു എന്താ പറയുക ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്കിതിനകത്ത് പിന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു ഉറക്കം കെടുത്തുന്ന ഒരവസ്ഥ നിങ്ങളെ വല്ലാതെ കുറച്ച് ആളുകളിലുണ്ട് കേട്ടോ. ഒരു പക്ഷേ ദുസ്വപ്നങ്ങൾ കാണുന്നതാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നിലധികം പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾ പാതി ഉറങ്ങി ഉണരേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു സമാധാനമില്ലാത്ത ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ പ്രസൻസ്, ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനിൽ തീരാവുന്ന പ്രശ്നമായിരിക്കാം. അതല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കണ്ടാൽ, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റൊരാളുടെ ഒരു പ്രസൻസിലൂടെ ആണെങ്കിലും തീരാവുന്ന നിസ്സാരമാകുന്ന ഒരു കാര്യത്തെ ബേസ് ചെയ്ത് ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നു നിൽക്കുന്നു. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം നിരാശയിൽ വല്ലാത്ത ഒരു ഡിപ്രഷൻ ആൻസൈറ്റി എനർജിയിലൂടെ കടന്നു പോകുന്നു. ഒരാൾക്ക് മാത്രം സ്ലീപ്പിംഗ് പ്രോബ്ലംസ് നേരിടേണ്ടി വരുന്നു. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു രീതിയിലും ഒന്നും ബാധിക്കുന്നില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു തീരുമാനം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക്, മറ്റൊരു ഘട്ടത്തിലേക്ക് മാറാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുന്നു, ഞാൻ വെറുതെ ചുമക്കുന്ന ഭാരമാണ്, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു രീതിയിലും ബാധിക്കത്തില്ല, എൻ്റെ ലൈഫിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വേണം എന്നൊരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമാകുന്ന വളരെയധികം സക്സസ് എനർജിയിൽ എത്താൻ പറ്റുന്ന നമ്മൾ ചുറ്റുപാടിനെ മൊത്തം വീക്ഷിച്ചുകൊണ്ട് നിന്നാൽ ഒരിക്കലും നമുക്ക് നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലോ നമ്മുടെ കർമ്മയിലോ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നമ്മൾക്കിടെ ഒരു കർമ്മ ബേസ് ഉണ്ട്. നമ്മൾ ഒരു ലൈഫ് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി ആ സിറ്റുവേഷൻസിലേക്കൊന്ന് കടന്നു ചെല്ലാൻ പറ്റണം. അതിന് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻ എനർജി, സംശയ ദൃഷ്ടി എടുത്ത് മാറ്റിക്കളയുക. മറ്റുള്ളവർ പറയുന്നത്, മറ്റുള്ളവർ ചെയ്യുന്നത്, മറ്റുള്ളവരെന്തു വിചാരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയെ എടുത്ത് മാറ്റുക. കൂടാതെ എന്നിലേക്കാണ് എല്ലാ പ്രശ്നവും, എൻ്റെ കയ്യിലാണ് എല്ലാ പ്രശ്നവും, അല്ലെങ്കിൽ എന്നെയാണ് എല്ലാം ബാധിക്കുന്നതെന്നുള്ള ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം എടുത്ത് കളഞ്ഞ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ഫോക്കസ് ചെയ്യുക. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് റിയാലിറ്റി ആക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, കരിയർ ബേസ് ആയിക്കോട്ടെ, സാമ്പത്തിക ഭദ്രത ആയിക്കോട്ടെ, ഹെൽത്ത് എനർജി ആയിക്കോട്ടെ, വെൽത്ത് എനർജി ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ അത് നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെറുതെ നിരാശപ്പെടുന്ന, വെറുതെ മാനസിക വ്യത അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അതെടുത്ത് കളയൂ കേട്ടോ. റൈറ്റ് ഹീലിങ്ങിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ എടുത്ത് ദൂരെ കളയുക കേട്ടോ. അതുപോലെ തന്നെ എംബറസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു പ്രൗഡായൊരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഒരു പക്ഷേ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൽ നിങ്ങൾക്ക് വല്ലാത്ത ഒരു സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും മാറി നിന്നിരുന്നെങ്കിലും കുടുംബപരമായിട്ടോ ഫാമിലി അതുപോലെ തന്നെ പാർട്ട്ണർ എനർജിയൊക്കെ ബേസ് ചെയ്ത് നിങ്ങളൊന്ന് മാറിയൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ, അതായത് ശരിക്കും ചേർത്ത് പിടിക്കേണ്ടതിനെ നിങ്ങൾ മാറ്റി നിർത്തിയ വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ എവിടെയാണോ ഇൻവോൾവ് ആകേണ്ടത്, എവിടെയാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അതിന് നിങ്ങൾക്കിന്ന് സാധിക്കുന്നതായിട്ടും, ഇന്ന് എന്താണെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു പോസിറ്റീവ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കത്തിന് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ആക്റ്റീവ് ആകാനും
ചില കാര്യങ്ങളിലെല്ലാം ഒരു എന്താ പറയുക പൂർണ്ണത എത്തിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടേക്കാണോ ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ നിന്നത്, അവിടെ എല്ലാം നിങ്ങൾക്ക് ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഫൈറ്റിംഗ് ചെയ്തത് കൊണ്ട് ഫലമായിട്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു എന്താ പറയുക ഒരു എഫേർട്ട് എടുത്തതിൻ്റെ ഫലമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ക്യാരക്ടറുള്ളവർ, ആരുമായിട്ടൊന്നും ഒത്തിരി കണക്റ്റഡ് ആവാതെ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് പോലെ വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളുടെ മുന്നിലുള്ളതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്കതൊരു എക്സ്പീരിയൻസിന് പറ്റിയ, അല്ലെങ്കിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലാത്ത ചില കാര്യങ്ങളിൽ, ചില മോഹവലയങ്ങളിലൊക്കെ ഒന്ന് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് എല്ലാത്തിനും ഒരു ബൗണ്ടറിയും ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് ചെറിയ രീതിയിലൊരു കുരുക്കിൽ ചെന്ന് ചാടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ദിവസം പോവുക. കാരണം ഒരു ആകർഷണീയമാകുന്ന, അല്ലെങ്കിൽ ഒരു മോഹം തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആഗ്രഹമുള്ളതായാലും നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ് ആയാലും ഒരു ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ചില മസ്കുലൻ എനർജികളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അതൊരു ചതിയുടെ അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് ലഭിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നമ്മൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻസും പാസ്റ്റിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു എനർജി കണ്ട് അതിനെ ബേസ് ചെയ്താണ് കേട്ടോ. ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണണം കേട്ടോ ഇന്നത്തെ ദിവസം. പാസ്റ്റിലേക്ക് കണ്ണും കെട്ടി എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടാതെ, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിത്വം പണയം വയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരുന്ന രീതിയിൽ ഒരു തീരുമാനങ്ങളും എടുക്കരുത്. ഇമോഷണൽ ബാലൻസോട് കൂടി. കാരണം നമ്മൾ ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് തോന്നുമ്പോഴാണ് പലതും നഷ്ടങ്ങളിലേക്ക് പോകുന്നതും ഈ നോ പറയുക എന്നുള്ളൊരു സമ്പ്രദായം നിന്നു പോകുന്നതൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇമോഷണലി എപ്പോഴും ഉള്ള ആ ഒരു ബൗണ്ടറി, അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറച്ച് നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഇന്ന് പേരൻസിനെയൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഉപദേശമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസൊക്കെ ചിലരുടെ എനർജിയിൽ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഗാർഡിയൻ എനർജിയിലുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും നിങ്ങളുടെ തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ എനർജി നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫാമിലിപരമാകുന്ന ചില സപ്പോർട്ടുകളും സാമ്പത്തികപരമായിട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു പക്ഷേ പ്രതീക്ഷിക്കാതെ ചിലയിടത്ത് നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലൂടെ ഫാമിലിപരമാകുന്ന കാര്യങ്ങൾ, പേരൻസിൻ്റെ മറ്റു കെയറിങ്ങും കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോകുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഇന്ന് പൂർത്തീകരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട്, തടസ്സങ്ങളെ മറികടക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, നഷ്ടപ്പെട്ട ചിലതൊക്കെ തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു വാശിയും ആഗ്രഹവും ഒക്കെ ചിലരുടെ മനസ്സിനകത്ത് ഉടലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും ജീവിതത്തിൽ ഒരു എന്താ പറയുക പേഴ്സണാലിറ്റി ചേഞ്ചിങ്ങിലേക്ക് കുറച്ച് ആളുകളുടെ എനർജി മാറുന്നുണ്ട്. അതായത് നിങ്ങൾ ഇത്രയും നാളും പ്രതിസന്ധികളെ ഭയപ്പെട്ടു, അല്ലെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു കൺഫ്യൂഷനോട് കൂടി നിന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്കതിനെ ഇന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സംസാരം കൊണ്ടാണെങ്കിലും പെരുമാറ്റം കൊണ്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികളെ മറികടക്കാനും നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനും പാകത്തിന് മനസ്സിനെയും
നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾ മാറ്റുന്നു എന്നുള്ള എനർജി കാണുന്നുണ്ട് കേട്ടോ. അതായത് ചില കാര്യങ്ങളിൽ ഇന്നൊരു ദൃഢനിശ്ചയം എടുക്കാൻ പറ്റുന്നുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്തിട്ടാണെങ്കിലും ഒന്ന് അതിനെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞിട്ടാണെങ്കിലും അതിന് വേണ്ട പരിഹാരം എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുന്നുണ്ട്. പോസിറ്റീവായിട്ട് തന്നെ പോകുന്നൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ കുറച്ച് ബെർഡൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. അത് ഈ നെഗറ്റീവ് തോട്ട്സാണ്. ആ ഒരു നമ്മൾ മുമ്പിൽ കണ്ട ഒരു എനർജി ഉണ്ടല്ലോ, ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി, ആ ഒരു എനർജിയിൽ നമ്മളിങ്ങനെ നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തളർന്നു പോകത്തേ ഉള്ളൂ കേട്ടോ. ഒരിക്കലും നിങ്ങൾ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ്, എനിക്ക് സാധിക്കുമെന്നതിനപ്പുറത്തേക്ക് ഒന്നും സാധിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരരുത്. എനിക്ക് കഴിയും, ഞാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസമായിരിക്കണം കൂടുതൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതനുസരിച്ച് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാകും. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി കുറച്ച് ബെർഡനും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ചിലപ്പോൾ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഒരു ബ്ലൈൻഡ് എനർജിയാണ്, ഒരു സ്തംഭന അവസ്ഥയാണ്, ചുറ്റി വരിഞ്ഞ് കെട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സക്സസ് ഉണ്ട് കേട്ടോ. അതായത് ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ല, എനിക്കിതാണ് വിധി എന്നും ഭാരം ചുമക്കുക എന്നൊരവസ്ഥയാണെന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെ അല്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ വിജയമാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾ സക്സസ്സിലാണ് എത്തുന്നത്. നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തോളുക. അതുപോലെ തന്നെ നമുക്ക് 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റിലെ ചില കാര്യങ്ങളൊക്കെ വീണ്ടും റീകണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാത്തിരിപ്പിനൊരു സമാപനം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലി എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു വ്യക്തിയുമായിട്ട് കഴിഞ്ഞു പോയ ലൈഫിലുള്ളൊരു പേഴ്സണെ ഒരു മീറ്റപ്പ് എനർജി, ഒരു കോളോ മെസ്സേജിലൂടെയൊക്കെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളുടെ ഒരു ആഗ്രഹം ഇന്ന് നിങ്ങൾക്ക് സഫലമാകുന്നു. കുട്ടിക്കാലം മുതൽക്കുള്ളൊരു ആഗ്രഹമാവാം. എന്താണേലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, ആഴത്തിൽ അന്ധമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആവാം, ചൈൽഡ്ഹുഡ് കാലഘട്ടമാവാം, മുൻകാലങ്ങളിലുള്ളൊരു കാര്യമാവാം. ഒരു ഇമോഷണൽ പരമാകുന്ന സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാപ്പി ഫാമിലിയാണ് കേട്ടോ. ഫാമിലി പാർട്ട്ണറും ചിൽഡ്രൻസൊക്കെ ആയിട്ടൊരു സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം ഇന്നുണ്ട്. പുറത്തേക്ക് ഒന്ന് പോവാനും ഒന്ന് ഹാപ്പി എനർജിയിലേക്കൊക്കെ നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറയുന്നത് കേട്ടോ. പാസ്റ്റിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കരുത്. ഇപ്പം അതിന് പറ്റിയ സമയമല്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. റൊമാൻസ് ആണ് കേട്ടോ. കുടുംബ ബന്ധത്തിൽ വേണ്ടത് സ്നേഹവും പ്രണയവുമാണ് കേട്ടോ. ഫാമിലി പരമാകുന്ന പാർട്ട്ണർ എനർജിയുമായിട്ട് ഇന്ന് കൂടുതൽ അറ്റാച്ച്മെൻറ്റിലൂടെ പോകണം. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് കാണിക്കുന്നുണ്ട്. സക്സസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് സ്പിരിച്വാലിറ്റിയോട് കൂടിയും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനൊക്കെ പറ്റുന്നവർക്ക് ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം ആഴത്തിലും പോസിറ്റിവിറ്റിയോട് കൂടി നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സക്സസ്സിൽ എത്തിച്ചേരും കേട്ടോ. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് സ്പിരിച്വാലിറ്റിയെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു അറിവിനെ, വിവേകത്തെ, ആ ഒരു എനർജിയെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങൾ ഇന്ന് എടുക്കുന്ന എന്ത് തീരുമാനവും സക്സസ് എനർജിയിലാണ് എത്തുന്നത്. റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഒരു പുനർവിചിന്തനം നടത്താനായിട്ടുള്ള ഒരു ബന്ധം, ചില ബന്ധങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് ആരെങ്കിലും വരികയോ നിങ്ങളേതെങ്കിലും വ്യക്തിയിലേക്ക് കണക്ട് ചെയ്ത് പോകണമെന്ന്, ഒരു വ്യക്തിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഒന്ന് പുനർവിചിന്തനം നടത്തുക എന്നതാണ് കേട്ടോ.